ഹലോ ഗൈസ്. സോ ഇന്ന് നമ്മൾ എംഐയുടെ പാഡ് 7 നാനോ ടെക്സ്റ്റ് ഡിസ്പ്ലേ വരുന്ന 12GB 256GB ഇൻബിൽഡ് വരുന്ന എംഐയുടെ പാഡ് 7 ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. ഓൾമോസ്റ്റ് എനിക്ക് ഒരു 30,000 രൂപേന്റെ അടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. നമ്മുടെ മൈജിന്നാണ് വാങ്ങിയത്. അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് കാണിച്ചു തരാം. സാധനമില്ല. സാധനം എവിടെ പോയിന്നല്ലേ? ഞാൻ ഈ സാധനം മേടിച്ചിട്ട് ഇപ്പൊ ഒരു മാസത്തിന്റെ അടുത്ത് ആയിട്ടുണ്ട്. നമ്മുടെ ഈ MI പാഡ് 7 നാനോ ടച്ച് ഡിസ്പ്ലേ വരുന്ന ഈ മോഡൽ ഞാൻ മേടിച്ചിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മാസം ആയിട്ടില്ല. ഒരു 3-3.5 ആഴ്ച ഉണ്ടാവുള്ളൂ. സാധനം ഇപ്പൊ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംഐയുടെ സർവീസ് സെന്ററിൽ ഇരിക്കുകയാണ്. ഇപ്പൊ ഒരാഴ്ചയായി എംഐന്റെ സർവീസ് സെന്ററിൽ ഇരിക്കുന്നത്. കംപ്ലൈന്റ് അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളൊരു സാധനം മേടിക്കാൻ നേരത്ത് ഞാൻ എന്റെ വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ആക്ച്വലി മേടിച്ചത്. ഇപ്പോൾ വർക്കിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്ലയന്റിനെ കാണാൻ നേരത്ത് അങ്ങനെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രസന്റേഷൻ അങ്ങനെ പരിപാടിയൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ ടാബ് മെയിൻ ആയിട്ട് മേടിച്ചത്. പിന്നെ കൂടെ നമുക്ക് സിനിമ കാണാൻ അങ്ങനെയാണ് കുറച്ച് ഗെയിം കളിക്കാനോ കുറച്ച് പരിപാടിയൊക്കെ ആലോചിച്ചിട്ടുണ്ട് മേടിച്ചത്. അപ്പൊ ഈ സാധനം മേടിച്ചിട്ട് എനിക്ക് മര്യാദക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, മര്യാദക്ക് എക്സ്പ്ലോർ പോലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വർക്കിന്റെ കുറച്ച് ഓട്ടത്തിന്റെ പുറകിലായതുകൊണ്ട് എനിക്ക് ഇതിനു വേണ്ടി എനിക്ക് ഇരിക്കാൻ പറ്റിയ സമയം കിട്ടിയിട്ടില്ല. മേടിച്ചൊരു 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഈ 2 ആഴ്ച ഉപയോഗിക്കുന്നുണ്ട്. ഈ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ രാത്രി സിനിമ കണ്ടുമ്പോഴേക്കും ഒരു മൂവി കണ്ടുപിടിക്കുന്നത്. ആ മൂവിനകത്ത് ഡാർക്ക് ഫ്രെയിം ആയിരുന്നു. ആ ഡാർക്ക് ഫ്രെയിമിൽ നിന്ന് പെട്ടെന്ന് വേറൊരു ബ്രൈറ്റ് ഫ്രെയിമിലേക്ക് സ്വിച്ച് ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് വരില്ലാത്തൊരു സാധനം ഞാൻ ആ ഡിസ്പ്ലേയിൽ നോട്ടീസ് ചെയ്ത്. അത് വളരെ മൈന്യൂട്ടായിട്ട് ഡിസ്പ്ലേയുടെ ഉള്ളിൽ ഉള്ള ഒരു ചെറിയ പ്രശ്നമാണ്. അത് ഞാൻ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നോക്കട്ടെ, കിട്ടണമെങ്കിൽ ഞാൻ അതിനോട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൊന്ന് കണ്ടു നോക്കുക. പക്ഷെ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ക്ലിയർ ആവുന്നില്ല. കാരണം നമുക്ക് അത് അങ്ങനെ കാണൂല. ഇരുന്ന് കണ്ണും മുഴിപ്പിച്ച് നോക്കി അത് ചിലപ്പോൾ ഡാർക്ക് റൂമിലേക്ക് ഇരുന്നാലേ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കുള്ളൂ. അത്ര മൈന്യൂട്ടായിട്ടുള്ള നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു സാധനം. ഒരു വൈറ്റ് ചെറുതായിട്ടൊരു ചെറിയ വൈറ്റ് ലൈൻ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ അത് നമുക്ക് ഇങ്ങനെ കാണൂല. നമ്മ ഒരിക്കലും പ്രതീക്ഷിക്കാനുള്ള. കാരണം പുതിയ പുത്തൻ ടാബ് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു ചെറിയൊരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉള്ള ഒരു സാധനമായിരിക്കും നമ്മൾ ഒരിക്കലും പോകുന്നില്ല. കാരണം നമ്മൾ അത് ഒരിക്കലും നമ്മൾ ചെക്കിച്ചകന്നെ നമ്മൾ നോക്കാൻ നിൽക്കില്ല. കാരണം പുതിയ സാധനമാണ്, കംപ്ലൈന്റ്സ് അങ്ങനെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഉണ്ടാവണമെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. നമ്മൾ പുതിയതാണ് നമ്മൾ കൂടുതലും ഡീറ്റെയിലേക്ക് കുത്തി കയറാൻ നിൽക്കില്ല. കാരണം പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. അടിപൊളിയാണ്. അതിന്റെ 6 ഉപയോഗിച്ചിട്ടുണ്ട്, 7. അപ്പോൾ അതിന്റെ പുതിയ അപ്ഗ്രേഷൻ വന്നപ്പോഴത്തേക്ക് 7 ഞാൻ അങ്ങോട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ നല്ലൊരു സാധനമാണ്, അടിപൊളി സാധനമാണ്. ബാറ്ററി ബാക്കപ്പ് മാത്രമേ ഇച്ചിരി കുറവെന്നുള്ളൂ. അപ്പൊ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ഒരിക്കലും പ്രതീക്ഷിക്കാനുള്ള ഈ ഒരു സംഭവം, ഇങ്ങനെ ഒരു സംഭവം ഈ ഡിസ്പ്ലേയിൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഈ സാധനം ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ ഞാനിത് മനസ്സിലാക്കിയപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ്. ഞാനൊരു കംപ്ലൈന്റ് ഉണ്ടെന്ന് ഞാൻ സ്പോട്ട് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞ്. അങ്ങനെ ഞാൻ നേരെ മൈജിയുടെ ഷോറൂമിലേക്ക് സാധനം കൊണ്ടുപോയി. ഒന്ന് ആലോചിച്ച് നോക്കണം. പുതിയ പുത്തൻ സാധനം 30,000 കൊടുത്ത് മേടിച്ചൊരു സാധനമാണ്. മേടിച്ച് നിലത്തും വീണിട്ടില്ല, ഒന്നും വീണിട്ടില്ല. അത്ര ഭദ്രമായിട്ട് എന്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. വളരെ ലെസ് യൂസാണ് ഞാൻ ഉപയോഗിച്ചിരുന്ന സാധനം. അങ്ങനെ ഞാൻ ഇത് നേരെ മൈജിയുടെ ഷോറൂമിൽ പോയിട്ട് ഇങ്ങനെ എനിക്ക് സാധനം പ്രൊഡക്റ്റ് തന്ന ഒരു സെയിൽസ്മാൻ ഉണ്ട്. സെയിൽസ്മാൻ പറഞ്ഞ മച്ചാൻ ഇങ്ങനെ സംഭവം, ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ട്, ഇത് എന്റെ ഭാഗത്തുനിന്നും വന്നതല്ല. അപ്പൊ അവനും നോക്കിയപ്പോഴത്തേക്കും കുറെ നേരം പണിയെടുത്ത് അവൻ കണ്ടുപിടിക്കാം. പക്ഷെ ലാസ്റ്റ് സ്പോട്ട് ചെയ്തപ്പോ തന്നെ അവൻ പറഞ്ഞത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. അപ്പോ എന്തിപ്പോ എനിക്ക് ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രോ ഇത് 7 ദിവസത്തിനുള്ളായിരുന്നു നിങ്ങൾ കൊണ്ടുവന്നായിരുന്നെങ്കിൽ, അതായത് സാധനം പ്രൊഡക്റ്റ് മേടിച്ച് 7 ദിവസത്തിനുള്ളിലാണ് ഞാനത് കൊണ്ടുവന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തന്നെ റീപ്ലേസ് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞ. അപ്പോൾ ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞപ്പോൾ 2-2.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എംഐയുടെ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ എംഐയുടെ സർവീസ് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ്. സത്യം പറഞ്ഞാൽ എനിക്ക് മര്യാദക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് സത്യം പറഞ്ഞില്ല. ഇങ്ങനെ ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് വരുന്ന ഒരു സാധനം സത്യം പറഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് തരേണ്ടതാണ്. കാരണം പുതിയ പുത്തൻ സാധനം അത് മേടിച്ച് 1 മാസം പോലും ആവാണ്ട് തന്നെ കൊണ്ട് സർവീസ് സെന്ററിൽ കയറ്റി അതിന്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യേണ്ട ഒരു ഗതികേട് എന്ന് പറയുന്നത് വേറൊരു ടാസ്ക്കാണ്. ഇനി അതുമല്ല വിറ്റ് ഇതിന്റെ കൂടെ ഞാനൊരു റെഡ്മിയുടെ ബഡ് 6 ഉണ്ട്, അതും മേടിച്ച്. കില്ലർ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതും ഈ പറഞ്ഞ പോലെ ഒരു 3 ആഴ്ചത്തോളം അതിൻ്റെ നിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ഒരു സൈഡ് വർക്ക് ചെയ്യാണ്ടായി, ഒരു ബഡ് വർക്ക് ചെയ്യാനുള്ള ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റാണ്ടായി. പിന്നെ
അതും പോയി പറഞ്ഞു അത് അവരെനിക്ക് റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അത് ഭാഗത്തിന് അവർ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്ത് മാറ്റിയിട്ട് വേറെ വെച്ച് തരാം എന്നും പറഞ്ഞില്ല, അവരെനിക്ക് റീപ്ലേസ് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സാധനം മേടിച്ചിട്ട് എനിക്ക് സർവീസ് സെന്ററിൽ കയറ്റി ഇത് മേടിച്ചപ്പോൾ തന്നെ കൊണ്ടിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് നല്ല സങ്കടം ഉണ്ട് ആക്ച്വലി. കാരണം സാധാരണ നമ്മുടെ കയ്യിൽ നിന്ന് നിലത്ത് വീണിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിയിട്ടാണെങ്കിൽ പിന്നെ നമുക്കൊരു സമാധാനമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇത് പുതിയത് മേടിച്ചിട്ട് ഒരു സർവീസ് സെന്ററിൽ ഒരു മാസം ആണെങ്കിൽ മുമ്പ് കയറ്റേണ്ടി വന്നതും അതും ഇപ്പോഴും എൻ്റെ ഒരു സാധനം ഇപ്പോഴും സർവീസ് സെന്ററിലേക്കാണ്. ഞാനിപ്പോൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഡിസ്പ്ലേ വന്നിട്ടില്ല, ഡിസ്പ്ലേ കാരണം ഇതിന്റെ നാനോ ടെക്സ്റ്റ് ഡിസ്പ്ലേ ഉണ്ട്, നോർമൽ ഡിസ്പ്ലേ അവൈലബിൾ ആണ്, നാനോ ടെക്സ്റ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇത് ഇച്ചിരി ടൈം എടുക്കും വരാൻ. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഇനിയിപ്പോ നാളെ എന്നെ വിളിച്ചിട്ട് അവരെനിക്ക് അപ്ഡേഷൻ തരാം, എന്നത്തേക്ക് എത്തുന്നുള്ളത് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റെഡ്മി ബഡ് 6 അതായത് ബഡ് 6ന്റെ കേസ് ആണെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കിട്ടും. അതും ഈ പറഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധനം കില്ലർ സാധനമാണ്, അത് കിട്ടിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ അതിന് എന്തായാലും ഞാൻ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഡിസ്പ്ലേ റിലേറ്റഡ് അല്ലെങ്കിൽ ടാബ് അല്ലെങ്കിൽ ഫോൺ അങ്ങനെ എന്തോ ആയിക്കോട്ടെ അങ്ങനെ എടുത്തിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും ഇഷ്യൂ നേരിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, എല്ലാവരും പുതിയ സാധനം മേടിക്കാത്ത ഒരിക്കലും പുതിയ സാധനം ഒരു കംപ്ലൈന്റും ഇല്ല പൊള്ളി സാധനം എന്നും പറഞ്ഞ ഒരിക്കലും പോയിട്ട് തല വെക്കരുത്. നിങ്ങൾക്ക് അവിടുന്ന് സാധനം കിട്ടുമ്പോൾ നിങ്ങൾ സാധനം കിട്ടിയ ഉടനെ അതിനെ ഫുൾ ക്രോസ് ചെക്ക് ചെയ്യുക. അങ്ങനെ അതിനെ ഫുള്ള് ക്രോസ് ചെക്ക് ചെയ്യുക. എന്നാലാണ് അതിന് കംപ്ലൈൻസ് ഉണ്ടോ, ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ, അതുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അത് സ്പീക്കർ ആയിക്കോട്ടെ, ബ്ലൂടൂത്ത് ആയിക്കോട്ടെ, ഡിസ്പ്ലേ അടിച്ച് പറിച്ച് നോക്കുക, സ്വിച്ചസ്, ക്യാമറ, അതുപോലെ തന്നെ ഇയർ സ്പീക്കർ, ലൗഡ് സ്പീക്കർ, സിമ്മ്, ഇതൊക്കെ നിങ്ങൾ ഇട്ട് മാക്സിമം ഫോൺ മേടിച്ച് ആ ഫസ്റ്റത്തെ 2 ദിവസം കൊണ്ട് നിങ്ങൾ ഫുൾ തറവിട്ട് അല്ലെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് ഫുള്ള് നിങ്ങൾ തറവിട്ട് ഫുള്ള് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ കൊണ്ടേ കൊടുത്തിട്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്ത് മേടിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും മേടിച്ച് ഒരു കടയിൽ നിന്ന് സാധനം മേടിച്ച് ആ പ്രൊഡക്റ്റിനെ കണ്ണുടച്ച് വിശ്വസിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടേ വെക്കരുത്. വെച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ അവസ്ഥ വരും. കാരണം പുതിയത് മേടിച്ചിട്ട് മര്യാദക്ക് ഉപയോഗിക്കാനും പറ്റില്ല, ഡിസ്പ്ലേയുടെ കംപ്ലൈന്റ് അതിപ്പോ സർവീസ് സെന്ററിൽ ഇരിക്കുന്നത്, അതിന് എപ്പോൾ കിട്ടുന്ന പോലും അവർക്ക് പോലും അറിയില്ല ഇത് എപ്പോഴത്തേക്ക് സാധനം ആവും എന്നുള്ളത്. അവിടെയും ചോദിച്ചപ്പോൾ അവിടെയും ഇതേ സാധനം പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. ഈ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ് അവർക്ക് അറിയുമെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്ത് തരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുക. പക്ഷെ അവരുടെ പോളിസിയിൽ അവർ പറയുന്നത് 7 ദിവസത്തിനുള്ളിൽ കൊണ്ടുവന്നാൽ മാത്രം റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്. പക്ഷെ അവർക്ക് അറിയത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നാണെങ്കിലും എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇതുപോലത്തെ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും നേരിട്ടുണ്ടെങ്കിൽ, ഇതുപോലത്തെ സംഭവം ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഒന്നും ചെയ്യാനൊന്നുമില്ല, താഴെ കമന്റ് ചെയ്യുക, ഒരു മനസ്സമാധാനം. ഓക്കെ, പൊതുവെ മിക്കടത്ത് സംഭവിക്കാന്നങ്ങാട് ആശ്വസിച്ചങ്ങ് ഇരിക്കുക, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോ ഇത് പറയാനായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആക്ച്വലി അൺബോക്സിങ് നല്ല അടിപൊളിയൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചാ ടൈം കിട്ടുമ്പോ. പക്ഷെ ഇതാണ് അവസ്ഥ. ഇതിൻ്റെ ഉള്ളിൽ ടാബില്ല. അപ്പൊ ഈ ബോക്സിൽ പിടിച്ചിട്ടാ നടപ്പ്. എന്തായാലും സാധനം കില്ലർ സാധനം കേട്ടോ. ആ ഒരു പ്രൈസിന് പൊളി സാധനം. പക്ഷെ സിം ഇടാൻ പറ്റില്ല എന്നുള്ള ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ. പക്ഷെ അതർവൈസ് കില്ലർ പ്രൊഡക്റ്റ് ആണത്, ഒന്നും പറയാനില്ല. ഇപ്പൊ ഇതിന്റെ ഒരു പേനും കൂടി മേടിക്കണം എന്നുണ്ട്. പക്ഷെ അതിന് 26,000 ഉണ്ട്. പക്ഷെ എനിവൈസ് ഇത് മേടിക്കാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ആണ്. പിന്നെ മേടിച്ചിട്ട് പൈസയും കൊടുത്ത് ബോക്സും കൊണ്ട് വീട്ടിലേക്ക് വരരുത്. തുറന്ന് നോക്കി ചെക്ക് ചെയ്യുക, ഫുള്ള് ചെക്ക് ചെയ്യുക. ഇപ്പൊ ഈ ഡിസ്പ്ലേയുടെ കേസ് എനിക്ക് അവിടെ നിന്ന് തന്നപ്പോഴത്തേക്കും ഞാൻ കിട്ടി നോക്കിയപ്പോഴത്തേക്കും നല്ല കിട്ടുന്ന ഡിസ്പ്ലേ, മാറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പൊ ആ ഡിസ്പ്ലേയുടെ ഭംഗിയിൽ അങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഈ പറഞ്ഞ ഈ സ്പോട്ട് ഒരിക്കലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത്ര മൈന്യൂട്ടായിട്ട്, അത്ര എന്താ പറയാ, ഭയങ്കര ബ്ലെൻഡ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അത് മാത്രമല്ല, ഞാൻ ഈ സാധനം മേടിക്കാന്നപ്പോ മൈജി ഷോറൂമിൽ നിന്ന് പോലും അവരെനിക്ക് പറഞ്ഞു തന്നില്ല ലൈക്ക് ഇത് 7 ദിവസത്തെ, അതായത് നിങ്ങൾ സാധനം മേടിച്ച എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ള റിട്ടേൺ ചെയ്യണം എന്നുള്ളൊരു സാധനം എനിക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയില്ലായിരുന്നു. ഇനി അങ്ങനെ പൊതുവെ ഇനി ഇങ്ങനെയാണ് എല്ലായിടത്തും പോളിസിയോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ഈ ഒരു സാധനം കിട്ടി, എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ പറ്റി അതുകൊണ്ട് കൂടുതൽ ചിന്തിച്ചില്ല. കാരണം പുതിയ പ്രൊഡക്റ്റ് ആണ്, എന്ത് കംപ്ലൈന്റ് ഉണ്ടാവാൻ, പുതിയ പുത്തൻ സാധനം, കില്ലർ സാധനം, അങ്ങനെ വിചാരിച്ച് മേടിച്ച. അപ്പോൾ 7 ദിവസത്തെ റിട്ടേൺ പോളിസി അല്ലെങ്കിൽ 7 ദിവസം എന്തെങ്കിലും മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ട്, 7 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യാൻ പറ്റും എന്നുള്ള സാധനം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ആ 7 ദിവസത്തിനുള്ളിൽ ഞാൻ മാക്സിമം അരിച്ച് പറയാൻ. എന്റെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം കിട്ടിയാൽ മാക്സിമം അതിന്റെ എല്ലാ ഏരിയയും കൂടി താപ്പിച്ചകന്ന് നോക്കി കംപ്ലൈന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് സാധനം. എന്നും പറഞ്ഞാൽ ഞാൻ എല്ലാത്തിലും കംപ്ലൈന്റ് മാത്രം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല. നമ്മൊരു സാധനം ഇത്രയും പൈസ കൊടുത്ത് മേടിക്കാറുണ്ട്, എല്ലാം ഓക്കെ അല്ല, എല്ലാം വർക്കിംഗ് പെർഫെക്റ്റ് അല്ല വർക്കിംഗ് എന്നുള്ളൊരു സാധനം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മ നോക്കും. അപ്പോൾ ഇതിപ്പോ പുതിയ പുത്തൻ സാധനം ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ നോക്കാണ്ട്
നിന്നില്ല. പിന്നെ വേറെ കേസ്, ഞാൻ ഈ MIയുടെ ബഡ് 6 റെഡ്മിയുടെ ബഡ് 6 എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഫ്രീ കിട്ടിയതാണ്. 13,500 വിലയുണ്ട്. അപ്പോൾ 30,000 ഈ സാധനം മേടിച്ചപ്പോൾ അവരുടെ ആ സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ 3,500 പർച്ചേസ് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ മേടിച്ചാണ് റെഡ്മി ബഡ് 6. എന്തായാലും ആ സാധനം കില്ലറാണ്. ഇപ്പോൾ നല്ല നോയിസ് ക്യാൻസലേഷൻ, ഇടയ്ക്കൊക്കെ ഒരു ഗ്ലിച്ച് പോലെ ഉണ്ട്, പക്ഷെ കിടിലൻ സാധനമാണ്, ഒന്നും പറയാനില്ല. വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പോകുന്ന നേരത്തെ സാധനം വെക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഒരു അൺബോക്സിംഗ് വീഡിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു റിവ്യൂ ഞാൻ എന്തായാലും ഉടനെ തന്നെ ഇടാം. അപ്പൊ എന്തായാലും ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ താഴെ കമന്റ് ബോക്സിൽ ഇടുക. ഇതിനകത്ത് ഞാൻ മൈജീനെ കുറ്റപ്പെടുത്താനോ MIനെ കുറ്റപ്പെടുത്താനോ ഒന്നും വന്നതല്ല. ഇതൊക്കെ ഗാഡ്ജറ്റ്സ് ആണ്, പ്രൊഡക്ട്സ്, എല്ലാത്തിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും, മാനുഫാക്ചറിംഗ് ഡിഫക്ട്സ് ഉണ്ടാവും. പക്ഷെ അത് അവര് മനസ്സിലാക്കിയതിന് ശേഷം അവർ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഒരു സങ്കടം, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും സാധനം വരട്ടെ. വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വീഡിയോ മീൻസ് അതിന്റെ സാധനം, ഞാൻ പ്രൊഡക്റ്റ് എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്തൊരു കാണാം.